വാഴ 2 ഹാഷിറും ടീമും അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ സവിൻ, അതുപോലെ അതിൻ്റെ പ്രൊഡ്യൂസറും റൈറ്ററും വിപിൻ ദാസ്, ഇവരെല്ലാം അറിയിക്കുന്നു അതിഗംഭീര കളക്ഷൻ, അതിഗംഭീര വിജയം. അതിഗംഭീര വിജയത്തിലോട്ട് പോകുമ്പം ഏപ്രിൽ 2 തീയതിയാണ് റിലീസ് ചെയ്തത്. 2, 3, 4, 5, 6 ഈ 5 ദിവസവും ഇത് ഗംഭീര കളക്ഷൻ നേടി. കേരളത്തിൽ 6-ാം ദിവസവും ഏകദേശം 8 കോടിക്കടുത്ത് കേരളത്തിൽ മാത്രം കളക്ഷൻ കിട്ടുന്ന ആദ്യത്തെ മലയാള ചിത്രം എന്ന് പറയുമ്പം എമ്പുരാനെയും തുടരും ലോകയും എല്ലാം ലാസ്റ്റ് വന്ന എല്ലാ റെക്കോർഡുകളും വെട്ടിത്തിരുത്തിയാണ് വാഴ 2-ലെ ഏകദേശം പുതുമുഖ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഏകദേശം പുതുമുഖമായിട്ട് അഭിനയിക്കുന്നവരാണ് മിക്കവാറുള്ള താരങ്ങളല്ല അതിനകത്തുള്ളത്. വലിയ സ്റ്റാർ കാസ്റ്റുകളൊന്നുമില്ല. അങ്ങനൊരു സിനിമ വലിയ സംവിധായകന്റെ മികവുള്ള അങ്ങനെ വലിയ അസാധാരണ സംവിധാനമൊന്നും അല്ല. സവിൻ ഇതോടുകൂടി ഒരു സൂപ്പർ ഡയറക്ടർ ആയേക്കാം. എന്തായാലും വാഴ 2 നേടിയത് അതിഗംഭീര വിജയമാണ്. ഇതിനെല്ലാം വെട്ടിക്കയറുന്ന വിജയമാണ്. ഈ പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പൊ ഇതാണ് ബെഞ്ച് മാർക്ക്. ഇതിപ്പോൾ 300 കോടി കഴിഞ്ഞു, അല്ലെങ്കിൽ 200 കോടി കഴിഞ്ഞു, 300 കോടി കഴിഞ്ഞു, 400 കോടി വാഴ എത്തിയാൽ ഇതാണ് ഏറ്റവും വലിയ കളക്ഷൻ. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് വേറെയാണ്. കാരണം ഇതിന്റെ റെക്കോർഡ് മറികടക്കാൻ അടുത്തൊരു സിനിമ ഉറപ്പായിട്ടും വരും. ഒരിക്കലും ഒരു സിനിമയും ബെഞ്ച് മാറില്ല. താരങ്ങളല്ല ഒരിക്കലും മലയാള സിനിമ ഭരിക്കുന്നത്, കണ്ടന്റാണ്. ഇപ്പം നമ്മൾ പുലിമുരുകൻ ഇറങ്ങിയപ്പോൾ 100 കോടി 100 കോടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇനി മണ്ണുണ്ടാക്കിയ ഒരു പടം വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരുപാട് സിനിമകൾ വരികയും ചെയ്തു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് കണ്ടന്റ് ആയിരുന്നു അവിടെ താരം. അവിടെ സൂപ്പർ സ്റ്റാറുകൾക്കല്ലായിരുന്നു പ്രാധാന്യം, കണ്ടന്റിനായിരുന്നു താരം. തുടരും 200-240 കോടി നേടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിനപ്പുറത്തേക്കൊന്നും ഈ അടുത്ത കാലത്തൊന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞു. തൊട്ടടുത്ത മാസമാണ് ലോക ഇടിച്ചു കയറി പൊട്ടി. അന്നേരം അത് സ്വാഭാവികമായിട്ട് നടക്കും. കണ്ടന്റ് ആണ് താരം. മമ്മൂട്ടി, ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. മമ്മൂട്ടി നിർഗുണനാണ്, അയാൾ ഒരു കുന്തം ചെയ്യത്തില്ല, അയാളുടെ പടം ഒരു നല്ല കണ്ടന്റ് ഉള്ളൊരു ഗംഭീര സിനിമ, നല്ല ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ കേടുന്ന ടീം വന്നു കഴിഞ്ഞാൽ, ഒരു മാസ് മസാല എൻ്റർടൈനർ വന്നു കഴിഞ്ഞാൽ അതും ഇതുപോലെ കളക്ഷൻ കയറും എന്നുള്ള സംശയം വേണ്ട. നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല, കണ്ടന്റും ആൾക്കാർ കാണുന്ന ഒരു രീതിയൊക്കെ വെച്ചാൽ പടം കയറി കൊളുത്തും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാഴ 2. ഇനി ഇത് എത്ര റെക്കോർഡുകൾ മറികടക്കുമെന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി.